ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിതാ ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. അതിന് മുമ്പ് ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ നോട്ടിച്ച് ഈ പെയിൻറ്റ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. എന്താ വെച്ചാൽ ഈ പെയിൻറ്റ് പറഞ്ഞാൽ വെറും 30 രൂപയ്ക്ക് 3 സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിനെ പറ്റിയിട്ട്, ഇത് നമുക്ക് വെള്ളമുള്ള ഒരു ഇതിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ പുറത്ത് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് പുറത്ത് മീനിനെ വളർത്തിടാനോ അല്ലെങ്കിൽ ചെടികൾ വളർത്താനൊക്കെ വെള്ളം നിറച്ചുള്ള ഒരു ഐറ്റംസിനും ഈ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് നല്ല ഫാബ്രിക് തന്നെയായിരിക്കും. പക്ഷേ ഈ പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക്, അതായത് ഡെക്കോർ ഐറ്റംസിന്, അതായത് നമ്മൾ ഷോക്കേസിൽ വെക്കുന്ന എന്തൊരു ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഷോക്കേസിൽ വെക്കാനാണ്, വെള്ളം തട്ടിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് കുഴപ്പമില്ല. അതുപോലെ ഓക്കെയാണ് ഈ പെയിൻറ്റ്. എന്നാലും നമുക്ക് എന്താ പറയുക, ചെറുതായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് പൈസ ചിലവാക്കരുത്, ചുരുങ്ങിയ ചിലവ് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ എല്ലാ ഒരുവിധ സാധനങ്ങളും, അതായത് ഞാൻ അധികവും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ടിന്ന് ഒഴിവാക്കി ഓരോ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ, ചിലപ്പോൾ ബിരിയാണിൻ്റെ ട്രേ വരെ ഞാൻ എടുത്ത് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഭൂമി കുലുക്കൊന്നുമല്ല കേട്ടോ, എൻ്റെ മോൾ ഇടയിൽ വന്ന് ട്രൈപ്പോഡ് തട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് ആ ഒരു ടിന്നാണ് എന്ന് തോന്നാത്ത രീതിയിൽ എന്തെങ്കിലും വർക്ക് അതിൻ്റെ മുകളിൽ ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യാൻ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 കൊല്ലത്തേക്ക് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വിചാരിച്ച് ഇതുപോലെ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, അതിൽ വീഡിയോസ് ഇടാൻ നിങ്ങളെയും കൂടി കാണിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഉണ്ടല്ലോ കൂട്ടുകാർ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാ വിലയേറിയ കമൻറ്റുകളും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തരും ഓരോ വീഡിയോസും എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട്, അതായത് അതിനുള്ളൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ എൻ്റെ മോള് വന്ന് നല്ലോണം കച്ചറാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു വിടും, പക്ഷേ വീണ്ടും വീണ്ടും വന്ന് വെറുപ്പിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിയുന്നവരെ എൻ്റെ മോളെ വെറുപ്പിക്കലുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാനായിരിക്കുന്നത്. ഞാൻ എന്താ ഈ ഒരു തീമാണ് ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ വലുതായിട്ടൊന്നും വിചാരിച്ചില്ല. ഒന്നാമത്തെ എൻ്റെ മോളുള്ളതിനെ കൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു തീമാണ് ഞാൻ വിചാരിച്ചിട്ടോ. എന്തായാലും കാണുമ്പോൾ ഓളെ കിച്ചൺ സെറ്റിൻ്റെ ഈ ഒരു ബോക്സ് കാണുമ്പോൾ ഒന്ന് ക്യൂട്ടായിട്ടിരിക്കണം. കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ ആക്കി വെക്കുന്ന. പിന്നെ മോളത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത ഒന്നുമില്ല, ഓക്ക് എടുത്ത് വെക്കുന്ന ഒരുവിധം ബോക്സൊക്കെ ഞാൻ നല്ലത് തന്നെ യൂസ് ചെയ്യുള്ളൂ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മാതിരിയുള്ളതൊന്നും യൂസ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഓളത് പറഞ്ഞാൽ ഓൾ ഇടയ്ക്കിടയ്ക്ക് താഴത്തിടുകയും ഇതാക്കി, മക്കളാണല്ലോ പെട്ടെന്ന് പൊട്ടിപ്പോകരുത് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്ലെയിനായി കിടന്ന്, അതുപോലെ തന്നെ ഓവർ ട്രാൻസ്പെറൻ്റ് ഒന്നല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് വെക്കാമെന്ന്. ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ബോക്സ് മൊത്തത്തിൽ. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇടയിലിടയിൽ പെയിൻറ്റ് തോണ്ടിക്കൊണ്ടു ഇത് കയ്യിലും കാലുമ്മിലും മുഖത്തൊക്കെ ആക്കിയിടും. അപ്പോൾ ഞാൻ തന്നെ ഓളെ കൈമലാക്കി കൊടുത്ത്. മൈലാഞ്ചി ഇടാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇട്ട് കൊടുക്കലില്ല. ചെറിയൊരു അപസ്മാരം വന്നതിന് ശേഷം അപ്പോൾ ഇതുപോലെ പെയിൻ്റ് ആക്കി കൊടുക്കലട്ടെ ഞാൻ. ഇത് കണ്ടോ, ഇതിനിടയിൽ ഇതിന്നെടുത്ത സാധനങ്ങളാണ് ഈ കിടക്കുന്ന മുഴുവനും. ഇത് മുഴുവൻ ഇതിലേക്ക് ഞാൻ പെറുക്കിയിടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബായ്.